നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ക്രിമിനൽ കേസ് പ്രതിയുടെ വിരുന്ന് സൽക്കാരത്തിന് പോയ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ 2 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. ചാഴൂർ പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവാഘോഷത്തിന് കൊടികയറി. തൊഴിലാളി സ്മരണയിൽ നാടെങ്ങും മെയ് ദിനം ആചരിച്ചു. വാർത്തകൾ വിശദമായി. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ മണലൂർ സ്വദേശിയുടെ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്ത അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ 2 സിവിൽ പോലീസ് ഓഫീസർമാരെ SP സസ്പെൻഡ് ചെയ്തു. 2 ദിവസം മുൻപായിരുന്നു നടപടി. അമൽദേവ്, മുഹീബ് റഹ്മാൻ എന്നീ CPOമാർക്കാണ് സസ്പെൻഷൻ. സ്റ്റേഷനിൽ വാറന്റ്, സമൻസ് ഡ്യൂട്ടികൾ നോക്കുന്നവരാണ് സസ്പെൻഷനിലായ പോലീസുകാർ. പ്രദേശത്തെ ഗുണ്ടകൾ അടക്കമുള്ളവർ സൽക്കാരത്തിൽ ഉണ്ടായിരുന്നെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിനെ തുടർന്നാണ് SPയുടെ നടപടി. ചാഴൂർ പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവാഘോഷത്തിന് കൊടികയറി. ക്ഷേത്രം തന്ത്രി KPC വിഷ്ണു ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ KPC കൃഷ്ണൻ ഭട്ടതിരിപ്പാടാണ് കൊടിയേറ്റ് ചടങ്ങ് നിർവഹിച്ചത്. ക്ഷേത്രത്തിൽ സന്ധ്യയ്ക്ക് നടന്ന സാംസ്കാരിക സമ്മേളനം ഓട്ടംതുള്ളൽ കലാകാരൻ പഴുവിൽ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് രാജീവ് വരാട്ടിൽ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്ര ഉപദേശക സമിതി ഈ വർഷം മുതൽ ഏർപ്പെടുത്തിയ അപ്പക്കുട്ടൻ തമ്പുരാൻ സ്മൃതി പുരസ്കാരം ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ മനോജ് കുമാർ തുള്ളൽ കലാകാരൻ പഴുവിൽ ഗോപിനാഥിന് സമ്മാനിച്ചു. ഈ ഉത്സവ സീസണിലെ ഈ ഉത്സവകാലത്തെ ഈ ഉത്സവകാലം വളരെ ഒരുപക്ഷെ ഈ മെയ് അവസാനത്തോടുകൂടി ഈ ഉത്തരായനത്തിൽ ഉത്സവകാലം സമാപിക്കുകയാണ്. ഉത്സവം നമുക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ നമുക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല. നാടിൻ്റെയും ക്ഷേത്രത്തിൻ്റെയും ഒക്കെ ഒരു വലിയ ആഘോഷത്തിൻ്റെയും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രവൃത്തിയെടുക്കുന്നവരുടെയും അവരുടെ ഭക്തസമൂഹത്തിൻ്റെയും ജാതി മത ഭേദമന്യേ എല്ലാവർക്കും ഒരു സമ്മേളിക്കുന്ന, എല്ലാവരുടെയും കുടുംബങ്ങൾ സമ്മേളിക്കുന്ന ഒരു പ്രത്യേക സന്ദർഭമാണ്, ദിവസങ്ങളാണ്. ഇപ്പോൾ ഈ വേദിയിൽ വെച്ച് ഈ ചാഴൂർ ക്ഷേത്രവുമായിട്ട് അഭേദ്യ ബന്ധം ഉണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്ന അപ്പക്കുട്ടൻ തമ്പുരാൻ സ്മാരകം, ആ സ്മാരക പുരസ്കാരം ആദ്യമായിട്ട് ഈ വേദിയിൽ വെച്ച് നൽകാൻ പോവുകയാണ്. കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ K ദിനേശ് രാജ പൊന്നാടയും ഉപഹാരവും സമ്മാനിച്ചു. ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി രജിത് പോഴത്ത്, ക്ഷേത്ര മാനേജർ PU നന്ദകുമാർ, പഴുവിൽ ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ചാഴൂർ ടാലന്റ് ഡാൻസ് ടീമിൻ്റെ ദേവീസ്തുതി, ഫ്യൂഷൻ തിരുവാതിര എന്നിവയും ആദിദർശന്റെ ഗാനാലാപനവും ഉണ്ടായിരുന്നു. പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനങ്ങൾ അട്ടിമറിച്ച് പ്രോജക്റ്റ് അസിസ്റ്റന്റിന് വഴിവിട്ട രീതിയിൽ കാലാവധി നീട്ടി നൽകാനുള്ള നീക്കത്തിനെതിരെ വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ UDF അംഗങ്ങളുടെ പ്രതിഷേധം. 8 പ്രതിപക്ഷ അംഗങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി പ്രതിഷേധിച്ചു. കഴിഞ്ഞ മാർച്ച് 9 ഭരണസമിതി യോഗത്തിൽ നിലവിലെ പ്രോജക്റ്റ് അസിസ്റ്റന്റിന്റെ കാലാവധി നീട്ടേണ്ടതില്ലെന്നും പുതിയ വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്നും ഭൂരിപക്ഷാടിസ്ഥാനത്തിൽ തീരുമാനിച്ചിരുന്നു.
എന്നാൽ ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം വരുന്നതുവരെയുള്ള 5 ദിവസം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഉദ്യോഗസ്ഥർ ബോധപൂർവം നടപടികൾ വൈകിപ്പിച്ചുവെന്നാണ് അംഗങ്ങൾ ആരോപിക്കുന്നത്. കോടതിയിൽ പഞ്ചായത്തിന്റെ തീരുമാനം കൃത്യമായി ബോധിപ്പിക്കുന്നതിനോ സ്റ്റേ നീക്കം ചെയ്യുന്നതിനോ ഭരണസമിതി താൽപ്പര്യം കാണിച്ചില്ലെന്നും ഇത് ഉദ്യോഗസ്ഥ ഭരണസമിതി ഒത്തുകളിയാണെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. അർഹരായ നിരവധി ഉദ്യോഗാർത്ഥികളെ പുറത്തു നിർത്തിക്കൊണ്ട് ഒരാൾക്ക് വേണ്ടി മാത്രം ചട്ടങ്ങൾ ലംഘിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. UDF പാർലമെന്ററി ലീഡർ അനിൽ കരുവത്തിൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുമേഷ് പാനാട്ടിൽ, അനിത ത്രിദീപ് കുമാർ, ഉഷ ബാബു, നസീമ ബഷീർ, ഗീത രാമദാസ്, PI ഷഹർബാൻ, MT നിതീഷ് ഉൾപ്പെടെ 8 അംഗങ്ങളാണ് വിയോജനക്കുറിപ്പ് നൽകിയത്. കഴിഞ്ഞ LDF ഭരണകാലത്ത് പിൻവാതിലിലൂടെ നിയമിച്ച മുഴുവൻ താൽക്കാലിക ജീവനക്കാരെയും പുറത്താക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്നും ഭരണസമിതിയുടെ ഇത്തരം നടപടികൾക്കെതിരെ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്നും പ്രതിപക്ഷാംഗങ്ങൾ അറിയിച്ചു. എല്ലാവർക്കും അറിയാം, വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ വർഷങ്ങളായി താൽക്കാലിക നിയമനത്തിലൂടെ ഇടതുപക്ഷത്തിന്റെ മുഴുവൻ പ്രവർത്തകരെയും പഞ്ചായത്തിലെ സ്റ്റാഫുകളെയും മുമ്പോട്ട് വെച്ചുകൊണ്ടു. ഇനി ആ സാഹചര്യത്തെ ഞങ്ങൾക്ക് അനുകൂലിക്കാൻ സാധിക്കില്ല. വ്യക്തമായ ഭൂരിപക്ഷമില്ലാതെയാണ് ഇടതുപക്ഷം ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യോഗ്യരായിട്ടുള്ള ആൾക്കാർ, കുട്ടികൾ, വിദ്യാർത്ഥികൾ ഈ തൊഴിൽ രംഗത്തേക്ക് കടന്നു വരുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDF മുന്നോട്ട് പോകും. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇന്ന് ഈ കമ്മിറ്റിയിൽ ഞങ്ങൾ സംഘടിപ്പിച്ചുള്ള ശക്തമായിട്ടുള്ള വിയോജനക്കുറിപ്പും ഈ കോടതിപരമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നതിന് വേണ്ടി പഞ്ചായത്തിന്റെ വക്കീലിനെ ഉൾപ്പെടെ ചുമതല ഏൽപ്പിക്കണം എന്നുള്ള ശക്തമായ തീരുമാനങ്ങൾ എടുത്താണ് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടുള്ളത്. വരും ദിവസങ്ങളിൽ വലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ വിട്ടു നൽകിയിട്ടുള്ള സ്ഥാപനങ്ങളിലെല്ലാം തന്നെ അനധികൃതമായി പോസ്റ്റ് ചെയ്തിട്ടുള്ള രാഷ്ട്രീയ നിയമങ്ങളെല്ലാം തന്നെ നീക്കം ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ശുചികലശം നടത്തിക്കൊണ്ട് അർഹരായവരെ തെരഞ്ഞെടുത്തുകൊണ്ട് വലപ്പാടിന്റെ നല്ല കാലങ്ങൾ വരുമെന്ന്. നാട്ടിക ശ്രീനാരായണ കോളേജിലെ 1974-76 PDC ബാച്ച് C പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. കരുവന്തല ബ്ലൂസറിൻ റിസോർട്ടിൽ നടത്തിയ ചടങ്ങ് SM കോളേജിലെ റിട്ടയർഡ് പ്രിൻസിപ്പൽ പ്രൊഫസർ KU അരുണൻ ഉദ്ഘാടനം ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മാനദണ്ഡം നമ്മളിവിടെ പഠിച്ചാക്കാത്ത മനസ്സിലേക്കും പറഞ്ഞു. കാശ് വേണ്ടാന്നല്ല, കാശ് ഉണ്ടാക്കേണ്ടതല്ല, ആവശ്യത്തിന് വേണ്ടുവന്നല്ല, ആവശ്യത്തിലധികവും കഴിഞ്ഞ കാശ് ഉണ്ടാക്കണം. പക്ഷേ മനുഷ്യല്ലേ, അതായത് നിങ്ങൾ എപ്പോഴെങ്കിലും നോക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലൊക്കെ ഈ വലിയ സാഹിത്യകാരന്മാരായിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ആൾക്കാർക്ക് വൈക്കം പോകുമ്പോൾ വിഷയമില്ല. മലയാളത്തിലെ ഏറ്റവും നല്ല ഇന്ത്യയിലെ കാനാ സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഒരാള് ഇന്ത്യയിലെ ഏറ്റവും നല്ല സാഹിത്യകാരന്മാരുടെ പട്ടിക, അതിലാദ്യം വൈക്കം മുഹമ്മദ് ബഷീർ 14 ഭാഷകൾ അറിയാമായിരുന്നു. ഈ 14 ഭാഷകളിൽ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് വൈക്കം മുഹമ്മദ് ബഷീറിനെയാണ് നമ്പർ 1 ആയിട്ട് കണ്ടത്. മുൻ അധ്യാപകരെയും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു. പ്രകാശ് ജി കരുവത്തിൽ, ബീന വിപുനാഥ്, ഡോക്ടർ ജ്യോതി വലിപ്പറമ്പിൽ, ഡോക്ടർ ഹക്കീം, സുമംഗല ദേവദാസ്, ആര്യമാല മുകുന്ദൻ, ലത രാംകുമാർ, ജോസഫ് ആലപ്പാട്ട്, സുമന പ്രദീപ്, ഗിരിജ പ്രകാശ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. മുറ്റിച്ചൂർ ആന്തുപറമ്പിൽ ഇട്ടിക്കണ്ടൻ മുത്തപ്പൻ ധർമ്മദൈവ ക്ഷേത്രത്തിൽ ആണ്ടിക്കോൾ പ്രതിഷ്ഠാ ദിന മഹോത്സവം ഭക്തിസാന്ദ്രമായി. അഷ്ടദ്രവ്യ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, നവകലശ പൂജ, കലശാഭിഷേകം, അന്നദാനം, മുത്തപ്പന്മാരുടെ രൂപക്കളം എന്നിവ നടന്നു. വൈകിട്ട് ദീപാരാധന, നിർമ്മാല, പടിയം ശ്രീകുമാര ക്ഷേത്രത്തിൽ നിന്ന് മുത്തപ്പൻ ഭഗവതിമാരുടെ എഴുന്നള്ളിപ്പ് എന്നിവയും ഉണ്ടായിരുന്നു. തുടർന്ന് ദേവിക്ക് രൂപക്കളം, പുലർച്ചെ ഗുരുതി തർപ്പണം എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി കരിപ്പായി പള്ളത്തുകാവ് സുനിൽശാന്തി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് വേണുഗോപാൽ AP, സെക്രട്ടറി അനിത് കുമാർ AM, ട്രഷറർ സാബു സത്യൻ എന്നിവർ നേതൃത്വം നൽകി.
കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുത്തൻപീടിക യൂണിറ്റിൻ്റെ 32ാം വാർഷിക പൊതുയോഗം പുത്തൻപീടിക സെന്റിനറി ഹാളിൽ നടന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. എന്താ സന്തോഷം? ഈ ജില്ലയിൽ 224 യൂണിറ്റുകളാണ്. 224 യൂണിറ്റിൽ എണ്ണം കൊണ്ട് വേണമെങ്കിൽ ആദ്യത്തെ 25 എണ്ണം കുറഞ്ഞ യൂണിറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ പുത്തൻപീടി യൂണിറ്റ്. പക്ഷേ പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ തൃശ്ശൂർ ജില്ലയിലെ ഏത് യൂണിറ്റിനോടും കിടപിടിക്കാവുന്ന രീതിയിലുള്ള അതിശക്തമായ പ്രവർത്തനം നടത്തുന്ന പുത്തൻപീടി യൂണിറ്റിനെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ചോദിച്ചു. അങ്ങനെയാണല്ലോ പലപ്പോഴും എണ്ണവും വണ്ണമൊന്നുമല്ല പ്രവർത്തനം അതിന് മനസ്സിലാവണം. അല്ലേ? നമ്മുടെ മനസ്സിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? അവിടെ വഴി തുറക്കപ്പെടും. കൊട്ടിയടക്കപ്പെടുന്ന ജാതകങ്ങളും വാതായനങ്ങളും ഒക്കെ അറിയാതെ തുറക്കപ്പെടും. ബിജു അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ ബിജു ജയിച്ചു വന്നത്? ഈ വാർഡിൽ ബിജു ജയിക്കുക എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതമല്ലേ? യൂണിറ്റ് പ്രസിഡന്റ് അജിയൻ മേനോത്തുപറമ്പിൽ അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റും നാട്ടിക നിയോജകമണ്ഡലം ചെയർമാനുമായ KK ഭാഗ്യനാഥൻ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ബിജു ബാബു, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ബിജു അണ്ടയത്ത്, യൂണിറ്റ് ജനറൽ സെക്രട്ടറി ജോയി അരിമ്പൂർ, ട്രഷറർ ജോസ് പല്ലൻ, യൂത്ത് വിംഗ് നിയോജകമണ്ഡലം ചെയർമാൻ താജുദ്ദീൻ കാവുങ്ങൽ, വനിതാ വിംഗ് നിയോജകമണ്ഡലം ചെയർപേഴ്സൺ ഷീല പ്രേംരാജ്, യൂത്ത് വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് ബിജോ ജോർജ്, വനിതാ വിംഗ് പ്രസിഡന്റ് ഓമന ഫ്രാൻസിസ്, മുറ്റിച്ചൂർ യൂണിറ്റ് പ്രസിഡന്റ് അഷ്റഫ് അബയിൽ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ജോസ് അരിമ്പൂർ പല്ലൻ, സെക്രട്ടറി വിജോ ജോർജ്, ട്രഷറർ അജയൻ മേനോത്തുപറമ്പിൽ എന്നിവരെ തെരഞ്ഞെടുത്തു. സ്വാതന്ത്ര്യ സമരസേനാനിയും പ്രമുഖ CPM നേതാവുമായിരുന്ന K. ഈശൻ്റെ ദിനാചരണം CPM താന്യം തെക്ക് വടക്ക് പെരുങ്ങോട്ടുകര ലോക്കൽ കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്നു. ബാലസംഘത്തിലൂടെ വന്ന് അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പിന്നീട് ജില്ലാ സെക്രട്ടറി ചെത്തുതൊഴിലാളി യൂണിയൻ പ്രസിഡന്റ്, മണ്ഡലം സെക്രട്ടറി, ദീർഘനാൾ താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ പദവികൾ K. ഈശൻ വഹിച്ചിരുന്നു. പാർട്ടി പ്രവർത്തനത്തിനിടയിൽ ഒളിവിലും ജയിൽവാസവും മർദ്ദനങ്ങളും അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അന്ധവിശ്വാസത്തിനും അനാചാരത്തിനുമെതിരെ പോരാടി സ്വന്തം പൂണൂലും കുടുംബയും മുറിച്ച് സാമൂഹ്യ വിപ്ലവത്തിന് K. ഈശൻ നേതൃത്വം നൽകി. സഖാവ് ഈശൻ തിരുമേനി നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്നേക്ക് 26 വർഷം തികയാണ്. ആദ്യമായി സഖാവ് ഈശൻ തിരുമേനിയുടെ ദീപ്തമായ സ്മരണയ്ക്ക് മുൻപിൽ ആദരാഞ്ജലികളും അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. ഇവിടെ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് കാത്തിരിക്കുന്ന ഈ ഘട്ടത്തിൽ നിരവധിയായ പ്രകടനങ്ങളും പൊതുയോഗങ്ങളൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്നൊരു ഘട്ടത്തിലും സഖാവ് ഈശൻ തിരുമേനിയുടെ ചരമവാർഷിക ദിനം ഏറ്റവും നല്ല നിലയിൽ ആചരിക്കുന്നതിന് വേണ്ടി തയ്യാറായി മുന്നോട്ട് വന്ന ഇതിന് നേതൃത്വം നൽകിയ നേതാക്കളെയും അതിൽ പങ്കാളികളായ മുഴുവൻ സഖാക്കളെയും സുഹൃത്തുക്കളെയും ഞാൻ ആദ്യമായി CPIM തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഊഷ്മളമായി അഭിവാദ്യം ചെയ്യുകയാണ്. സഖാവ് ഈശൻ തിരുമേനിയെ സംബന്ധിച്ച് എനിക്ക് ആ സഖാവുമായി കൂടുതൽ ഇടപഴകി സംസാരിക്കാനോ ഒന്നും കൂടുതൽ അവസരം കിട്ടിയിട്ടുള്ള ഒരു പാർട്ടി പ്രവർത്തകനല്ല ഞാൻ. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.
Manappuram Geeta Ravi Public School. The joy of learning. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാടാനപ്പള്ളി തൃപ്രയാർ ഷോറൂമുകളിൽ വിഷു അക്ഷയ തൃതീയ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. സാധാരണക്കാരുടെ സ്വർണ്ണാഭരണ സ്ഥാപനം AG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. അന്തിക്കാട് തണ്ടേക്കൽ കുടുംബസഭയുടെ 19ാം വാർഷിക കുടുംബസംഗമം സംഘടിപ്പിച്ചു. അന്തിക്കാട് സെലിബ്രേഷൻ ഹാളിൽ നടന്ന പരിപാടി TM ഭുവനദാസ് ഉദ്ഘാടനം ചെയ്തു. സിൻസിയർ ആൻഡ് ഹാർഡ് വർക്കിംഗ്. അവരുടെയൊക്കെ ഒരു പ്രവർത്തന ഫലമായിട്ടാണ് നമ്മുടെ കുടുംബസഭ ഇങ്ങനെ പോകുന്നത്. അപ്പം അവർക്കെല്ലാവർക്കും വേണ്ടി നമുക്ക് കയ്യടി വാസാക്കാം. ഇന്ന് കുടുംബസഭയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. പഴയ കാലത്ത് നോക്കുമ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ, ജോയിൻ്റ് ഫാമിലി ആയിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ അച്ഛന് 5 ബ്രദേഴ്സും 3 സിസ്റ്റേഴ്സാണ്. അപ്പോൾ വീട്ടിൽ തന്നെ ഒരു ബഹളം. വെക്കേഷനൊക്കെ ആകുമ്പോൾ അമ്മായിയും മക്കളും വരും. അപ്പോൾ വളരെ സന്തോഷത്തിൻ്റെ ദിവസങ്ങളായിരുന്നു. ഇപ്പോൾ ആ കണ്ടീഷനൊക്കെ മാറി. എല്ലാവരും അണുകുടുംബം എന്ന് പറഞ്ഞ മാതിരി ഒരു ചെറിയ ഫാമിലിയും അവരുടെ മെമ്പേഴ്സായിട്ടുള്ള ഒരു ലൈഫാണ്. ഇങ്ങനത്തെ ചില ഗാദറിങ് ഉണ്ടാകുമ്പോൾ അപ്പോഴാണ് നമ്മളെല്ലാവരും പരിചയപ്പെടുന്നതും ഒക്കെ ഉണ്ടാകുന്നത്. പ്രസിഡന്റ് ഗീത ശ്രമണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഷൈജു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ ഉണ്ണി TK, രക്ഷാധികാരി പുഷ്പാങ്കദൻ, TV ഭരതൻ, TN ചന്ദ്രബാലൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ചടങ്ങിൽ വിദ്യാഭ്യാസ അവാർഡുകൾ നൽകി. കുടുംബാംഗങ്ങളുടെ വിവിധയിനം കലാപരിപാടികളും ഉണ്ടായിരുന്നു. മെയ് 1 ലോക തൊഴിലാളി ദിനം. സ്പെഷ്യൽ റിപ്പോർട്ട്.
നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു പ്രത്യേക ദിനത്തെക്കുറിച്ചാണ്. തൊഴിലാളി ദിനം. ലോകമെമ്പാടും ഓരോ വർഷവും മെയ് 1 ആഘോഷിക്കുന്ന ഒരു ദിനം. പക്ഷേ ഈ ദിനം വെറുമൊരു ആഘോഷമല്ല. ഇത് കഠിനാധ്വാനത്തിൻ്റെ ബഹുമാനമാണ്, പരിശ്രമത്തിൻ്റെ ആദരവാണ്. മനുഷ്യൻ്റെ പരിശ്രമത്തിലൂടെ നിർമ്മിച്ച ലോകത്തിനുള്ള ഒരു നന്ദി പറച്ചിലാണ്. നമ്മൾ എന്നും കാണുന്ന ഈ ലോകത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചാലോ? നമ്മൾ നടക്കുന്നത് റോഡുകളിലൂടെയാണ്, നമ്മൾ താമസിക്കുന്നത് വീടുകളിലാണ്, നമ്മൾ പഠിക്കുന്നതോ സ്കൂളുകളിലും കോളേജുകളിലുമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ സാധനവും, ഒരു പേന മുതൽ ഒരു മൊബൈൽ ഫോൺ വരെ, ഇതെല്ലാം ഒരാളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ്. ഈ ലോകം മുന്നോട്ട് പോകുന്നത് തന്നെ തൊഴിലാളികളുടെ കൈകളിലൂടെയാണ്. പക്ഷേ ഈ തൊഴിലാളി ദിനത്തിൻ്റെ ചരിത്രം അതെങ്ങനെ ആരംഭിച്ചു? ഇതിനു പിന്നിൽ വളരെ വലിയൊരു പോരാട്ടത്തിൻ്റെ കഥയുണ്ട്. 1886 അമേരിക്കയിലെ ചിക്കാഗോ നഗരത്തിൽ തൊഴിലാളികൾ അവരുടെ അവകാശങ്ങൾക്കായി വലിയൊരു സമരം നടത്തി. അന്നത്തെ കാലത്ത് തൊഴിലാളികൾക്ക് 12 മുതൽ 16 മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ടി വന്നിരുന്നു. വിശ്രമമില്ല, സുരക്ഷിതമായ ജോലി സാഹചര്യങ്ങളില്ല, ന്യായമായ വേതനവുമില്ല. ഇതിനെതിരെ തൊഴിലാളികൾ ഒരു ശക്തമായ ആവശ്യം മുന്നോട്ട് വെച്ചു. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വ്യക്തിപരമായ ജീവിതം. ഈ ആവശ്യം ലോകമെമ്പാടും തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനമായി. അതിനുശേഷമാണ് മെയ് 1 തൊഴിലാളി ദിനമായി ലോകമെമ്പാടും ആഘോഷിക്കാൻ തുടങ്ങിയത്. തൊഴിലാളികളില്ലാതെ ഒരു സമൂഹം മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരു കൃഷിക്കാരൻ കൃഷി ചെയ്യാതിരുന്നാൽ നമ്മൾക്ക് ഭക്ഷണം ലഭിക്കുകയില്ല. ഒരു നിർമ്മാണ തൊഴിലാളി ജോലി ചെയ്യാതിരുന്നാൽ വീടുകളും കെട്ടിടങ്ങളും ഉണ്ടാകില്ല. ഒരു ശുചീകരണ തൊഴിലാളി ജോലി ചെയ്യാതിരുന്നാൽ നഗരങ്ങളും ഗ്രാമങ്ങളും ശുചിയായി നിൽക്കില്ല. അതായത് നമ്മൾ കാണുന്ന ഓരോ പുരോഗതിയുടെ പിന്നിലും ഒരു തൊഴിലാളിയുടെ വിയർപ്പുണ്ട്. എന്നാൽ ഇന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും തൊഴിലാളികൾ നിരവധി വെല്ലുവിളികൾ നേരിടുകയാണ്. കുറഞ്ഞ വേതനം, ദീർഘമായ ജോലി സമയം, സുരക്ഷിതമല്ലാത്ത ജോലി സാഹചര്യങ്ങൾ, ഇവ ഇന്നും പലർക്കും യാഥാർത്ഥ്യമാണ്. അതിനാൽ ഈ തൊഴിലാളി ദിനത്തിൽ നമ്മൾ ഒരു കാര്യമാണ് ഓർമ്മിക്കേണ്ടത്. തൊഴിലാളികളെ ബഹുമാനിക്കുക എന്നത് നമ്മുടെ സമൂഹത്തെ ബഹുമാനിക്കുന്നത് പോലെയാണ്. ഒരു തൊഴിലാളിയുടെ പരിശ്രമവും ചെറുതല്ല. അത് തന്നെയാണ് നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ശക്തി. അതിനാൽ ഈ തൊഴിലാളി ദിനത്തിൽ നമ്മൾ ഒരു കാര്യം ഓർമ്മിക്കുന്നു: ഓരോ തൊഴിലാളിയെയും ബഹുമാനിക്കുക, അവരുടെ പരിശ്രമത്തെ ആദരിക്കുക, അവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കുക. കാരണം ഒരു സമൂഹത്തിൻ്റെ യഥാർത്ഥ ശക്തി അത് നിർമ്മിക്കുന്ന തൊഴിലാളികളിലാണ്. നന്ദി, നമസ്കാരം. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പെരിങ്ങോട്ടുകര ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെയ് ദിന റാലി നടത്തി. AKTA ഏരിയ സെക്രട്ടറി VG സുന്ദരൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് പീതാംബരൻ ഇയാനി അധ്യക്ഷത വഹിച്ചു. ഏരിയ ട്രഷറർ CR വിശ്വംഭരൻ, സുനിൽകുമാർ PV, ഷക്കീല ലത്തീഫ് എന്നിവർ സംസാരിച്ചു. 100-ൽ പരം മെമ്പർമാരാണ് റാലിയിൽ പങ്കെടുത്തത്. പെരിങ്ങോട്ടുകര ചേലൂർ പാനി ശ്രീ ഭഗവതികാവ് വിഷ്ണുമായ സ്വാമി മടപ്പുരയിൽ ആണ്ടക്കോൾ മഹോത്സവം ആഘോഷിച്ചു. പുത്തൂർ സുധീഷ് ഷൺമുഖൻ തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. തുടർന്ന് ഭഗവതിക്ക് പറവിച്ചുപാട്ട്, കാവിൽ പാലും നൂറും, ഗുരുമുത്തപ്പന്മാർക്ക് കളമ്പാട്ട്, പ്രസാദോട്ട് എന്നിവ നടന്നു. ശേഷം ഉച്ചയ്ക്ക് കരിങ്കുട്ടിക്കും പൊന്നേൻ മുത്തപ്പനും കളം, തുടർന്ന് ദീപാരാധന, ശേഷം അഷ്ടപതി, തിരുവാതിരക്കളി, വീരനാട്യം, വിവിധതരം കലാപരിപാടികൾ എന്നിവ നടന്നു.
രാത്രി അഷ്ടനാഗക്കളവും ഉണ്ടായിരുന്നു. ക്ഷേത്രം ഭാരവാഹികളായ വേലായുധൻ ചേലൂർ പാനി, ബാലൻ പാറേക്കാട്ടിൽ, രക്ഷാധികാരി രാജേഷ് ചേലൂർ പാനി, പ്രസിഡന്റ് മഞ്ജു രാജേഷ്, സെക്രട്ടറി വിജീഷ് പാറേക്കാട്ടിൽ, ട്രഷറർ സൂര്യ ശരത് എന്നിവർ നേതൃത്വം നൽകി. സ്റ്റേജ് പ്രോഗ്രാം പരിപാടി തൊഴിലാളി സ്മരണയിൽ അന്തിക്കാട് രക്തസാക്ഷി കുടീരത്തിൽ മെയ് ദിനം ആചരിച്ചു. സാർവദേശീയ തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് അന്തിക്കാട് AITUCയുടെ നേതൃത്വത്തിലാണ് മെയ് ദിനം ആചരിച്ചത്. തൊഴിലാളികൾ അന്തിക്കാട് സെൻറ്ററിൽ മെയ് ദിന റാലി സംഘടിപ്പിച്ചു. അന്തിക്കാട് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് ചടയമൂറി സ്മാരക മന്ദിരത്തിൽ മെയ് ദിന സന്ദേശ സദസ്സും നടന്നു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. TK മാധവൻ അധ്യക്ഷനായി. KM ജയദേവൻ, CK കൃഷ്ണകുമാർ, ജ്യോതിലക്ഷ്മി വസന്തൻ, വൈശാഖ് അന്തിക്കാട്, VD രത്നാകരൻ, CR മുരളീധരൻ എന്നിവർ സംസാരിച്ചു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ 26ാം സ്ഥാപക ദിനാചരണത്തിന്റെ ഭാഗമായി മെയ് 1 പാവറട്ടി അന്തിക്കാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞാണിയിൽ പതാക ഉയർത്തൽ ചടങ്ങ് നടത്തി. മേഖലാ പ്രസിഡന്റ് അബ്ബാസ് വി രാവുണ്ണി പതാക ഉയർത്തി. ചടങ്ങിൽ KJU സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ജോസ് മാവേലി അധ്യക്ഷനായി. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ് മുഖ്യ അതിഥിയായി. KJU സംസ്ഥാന സെക്രട്ടറി ബിജോയ് പെരുമാട്ടിൽ മുഖ്യ പ്രഭാഷണം നടത്തി. മേഖലാ സെക്രട്ടറി അഫ്സൽ പാടൂർ, പൊതുപ്രവർത്തകൻ MV അരുൺ എന്നിവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേള. വേണാട് ഫിനാൻസിൽ നിങ്ങളുടെ സ്വർണ്ണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്.
ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. തൃപ്രയാർ വാഴക്കുളം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. മേൽശാന്തി ടി കെ സുധൻ ശാന്തികളുടെയും രാജുശാന്തി, സുകേഷ് ശാന്തി എന്നിവരുടെയും നേതൃത്വത്തിൽ വിശേഷാൽ പൂജകൾ, ശതകലശാഭിഷേകങ്ങളും നടത്തി. ക്ഷേത്ര കമ്മിറ്റി മുഖ്യ രക്ഷാധികാരി പി കെ സുഭാഷ് ചന്ദ്ര മാസ്റ്റർ, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പ്രസാദ് വാഴക്കുളത്ത്, സെക്രട്ടറി AN സിദ്ധപ്രസാദ് മാസ്റ്റർ, ട്രഷറർ കെ ശ്രീരാമൻ, ഗൗരി ടീച്ചർ, EVN പ്രേംദാസ്, ഷാജി പുളിക്കൽ, അഭിമന്യു മയൂര്, രാമദാസ് ചുക്കൂട്ട്, O മണികണ്ഠൻ, അശോകൻ ചെമ്പിപ്പറമ്പിൽ, ശങ്കരൻ നാരായണൻ വേദോട്ടിൽ എന്നിവർ ക്ഷേത്ര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ശതകലശ എഴുന്നള്ളിപ്പിന് വാദ്യഘോഷത്തോടൊപ്പം പൂത്താലവും നാമജപവും മാതൃസംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നു. സുകുമാരി മോഹനൻ, വിമല ടീച്ചർ, സജി ഷാജി, ലക്ഷ്മി തിലകൻ, ഗിരിജ പ്രസാദ്, തങ്കമണി ത്രിവിക്രമൻ, ആനന്ദവല്ലി വിജയൻ, അമ്പി ടീച്ചർ, ഷീന അജയൻ, രത്നവല്ലി ടീച്ചർ, മണിക്കുട്ടൻ, ശൈല രാജൻ, സ്മിത ഘോഷ്, ദീപ അനിൽ, റിയ മനേഷ്, സീത സുനിൽ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് പ്രസാദോട്ടും നടന്നു. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ഘാതകരെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് കേരള സ്റ്റേറ്റ് വേട്ടുവ മഹാസഭ പെരുങ്ങോട്ടുകര കിഴക്കുമുറി ശാഖ പ്രതിഷേധ ജാഥ നടത്തി. സ്റ്റേറ്റ് ട്രഷറർ IV ഷാജി ജാഥ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് PK ഷാജി, സെക്രട്ടറി KC ബിജു എന്നിവർ സംസാരിച്ചു. തുടർന്ന് ജാഥ AR റോഡ് മുതൽ നാലുംകൂടിയ വഴിയിൽ കൂടി അവണങ്ങാട്ട് പടിയിൽ ദീപം തെളിയിച്ച് പ്രതിഷേധിച്ചു. ശാഖ പ്രസിഡന്റ് വേലായുധൻ, സെക്രട്ടറി അശോകൻ, വൈസ് പ്രസിഡന്റ് രജനി ബിജു, ജോയിന്റ് സെക്രട്ടറി സുനിൽകുമാർ, ഗജാൻജി, കവിത രജീഷ് എന്നിവർ ജാഥയ്ക്ക് നേതൃത്വം നൽകി. മണലൂർ പുത്തനങ്ങാടി വെളുത്തേടത്ത് പറമ്പിൽ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. ബുധനാഴ്ച ദേവീദേവന്മാർക്ക് അഭിഷേകം, തുടർന്ന് വിശേഷാൽ പൂജകൾ, ദൈവത്തിന് കളം, ചെറുമുത്തപ്പൻ, വീരഭദ്രസ്വാമിക്ക് കളം എന്നിവ ഉണ്ടായി. വൈകിട്ട് ഗുരുമുത്തപ്പന് രൂപക്കളം, ദീപാരാധനയ്ക്ക് ശേഷം വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളം, കരിങ്കുട്ടിക്കളം, എഴുന്നള്ളിപ്പ്, പാട്ട്, തുടർന്ന് പാനതുള്ളൽ, ആഴിയിൽ നൃത്തം എന്നിവ നടത്തി. വ്യാഴാഴ്ച അഭിഷേകം, വിശേഷാൽ പൂജകൾ, വൈകിട്ട് താലം, വാദ്യമേളം എന്നിവയുടെ അകമ്പടിയോടുകൂടിയ ദേവീദേവന്മാരുടെ എഴുന്നള്ളിപ്പ്, ദീപാരാധനയ്ക്ക് ശേഷം ദേവിക്ക് പൂമൂടൽ കർമ്മം, തുടർന്ന് തായമ്പകയും നടന്നു. രാത്രി ദേവിക്ക് രൂപക്കളം, എഴുന്നള്ളിപ്പ്, പുലർച്ചെ വടക്കൻ വാതുക്കൽ ഗുരുതി എന്നിവയും ഉണ്ടായിരുന്നു. ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളായ VK ശ്രീധരൻ, അശോകൻ, പ്രസിഡന്റ് VS അജയൻ, സെക്രട്ടറി VP രവീന്ദ്രൻ, ട്രഷറർമാരായ ഷൈനി, ബൈജു തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നട തുറക്കൽ ദിനമായ മെയ് 7 വൈകിട്ട് പൊങ്കാല, ദീപാരാധന, തുടർന്ന് വിഷ്ണുമായ സ്വാമി, കരിങ്കുട്ടി സ്വാമി, ചെറിയ മുത്തപ്പൻ എന്നീ ദേവന്മാർക്ക് കലശം എന്നിവയും ഉണ്ടായിരിക്കും. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ നാട്ടിക ഏരിയയുടെ നേതൃത്വത്തിൽ മെയ് ദിന റാലി നടത്തി.
തളിക്കുളം പത്താങ്കലിൽ വെച്ച് ഏരിയ തലത്തിൽ റാലിക്ക് തുടക്കം കുറിച്ചു. ഏരിയ പ്രസിഡന്റ് സുനിൽകുമാർ പതാക ഉയർത്തി. ഏരിയ സെക്രട്ടറി സെമീറ, ഏരിയ വൈസ് പ്രസിഡന്റ് KV സീത, ഇന്ദിരാദേവി, MK മുനീർ, മുഹമ്മദ് അലി എന്നിവർ റാലി നയിച്ചു. കച്ചേരിപ്പടി വില്ലേജ് ഓഫീസ് പരിസരത്ത് റാലി സമാപിച്ചു. തുടർന്ന് നടന്ന സമാപന സമ്മേളനത്തിൽ പ്രസിഡന്റ് സുനിൽകുമാർ, സെക്രട്ടറി സെമീറ, മുൻ പ്രസിഡന്റ് മുനീർ എടശ്ശേരി എന്നിവർ മെയ് ദിനാശംസകൾ നേർന്നു. ചന്ദ്രപിന്നി വെളമ്പത്ത് ശ്രീ ഭഗവതി വിഷ്ണുമായ ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു. ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി മുത്തപ്പന് കളം, വീരഭദ്രന് കളം, വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളം, ഭദ്രകാളിക്ക് രൂപക്കളം, വിവിധ കലാപരിപാടികൾ തുടങ്ങിയവ നടന്നു. പകൽപൂരത്തിന് ഗജവീരൻ, തൊട്ടേക്കാട്ട് വിനായകൻ ഭഗവതിയുടെ തിടമ്പേറ്റി. തൃപ്പയാർ അനിയന്മാരാരുടെ നേതൃത്വത്തിൽ പാണ്ടിമേളവും പകൽപൂരത്തിന് അകമ്പടിയായി. തുടർന്ന് ദീപാരാധന, വർണ്ണമഴ, ഡബിൾ തായമ്പക, വിളക്കെഴുന്നള്ളിപ്പ് എന്നിവയും ഉണ്ടായിരുന്നു. ക്ഷേത്രം തന്ത്രി നാരായണൻകുട്ടി ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളായ പ്രവീൺ വിളമ്പത്ത്, ശങ്കരൻ വിളമ്പത്ത്, മുരളീധരൻ വിളമ്പത്ത് എന്നിവർ നേതൃത്വം നൽകി. ചന്ദ്രപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾക്കായി സംഘടിപ്പിച്ചിരുന്ന സമ്മർ ഫുട്ബോൾ, വോളിബോൾ കോച്ചിംഗ് ക്യാമ്പ് സമാപിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ അധ്യക്ഷത വഹിച്ചു. നാട്ടിയ ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ് മുഖ്യ അതിഥിയായി. പ്രധാന അധ്യാപകൻ KS കിരൺ, ഫുട്ബോൾ കോച്ച് PK വിനോദ്, കായിക അധ്യാപകൻ മുഹമ്മദ് സുഹൈൽ, ക്യാമ്പ് കോർഡിനേറ്റർ TN സിജിൽ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ സൗത്ത് ഏഷ്യൻ ജുജിറ്റ്സു ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയ റയാൻ മജീദിനെ ആദരിച്ചു. ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. മികച്ച രീതിയിൽ നമുക്ക് ഈ ക്യാമ്പുകളെല്ലാം സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികളുടെ കായിക അഭിരുചികളെല്ലാം വളർത്തുന്നതിനൊക്കെ ഇതൊരു സഹായകമാവുകയും ചെയ്യും. പിന്നീടും ഇത് തുടർന്ന് പോകുന്നതിനുള്ള പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നും കൂടിയാണ് PTA പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതെല്ലാം നമ്മുടെ ഇന്ന് മക്കൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ളത് തന്നെയാണ്. എന്നും ഇങ്ങനെയുള്ള കലാകായിക മത്സരങ്ങളിലെല്ലാം തന്നെ മുൻപന്തിയിൽ നിൽക്കുന്നതിന് ഒരുപടി മുൻപന്തിയിൽ നിൽക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു വിദ്യാലയം തന്നെയാണ് നമ്മുടെ ചന്ദ്രപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കയ്പമംഗലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് ദിന റാലി നടത്തി. ചന്ദ്രപിന്നി വില്ലേജ് പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി ചന്ദ്രപിന്നി സെന്ററിൽ സമാപിച്ചു. ഏരിയ പ്രസിഡന്റ് KR പ്രകാശൻ, സെക്രട്ടറി ബിന്ദു ഷാജി, EP ജെയിംസ്, EV മോഹനൻ, KK ഗോപാലകൃഷ്ണൻ, സിന്ധു സുനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. എടത്തിരുത്തി ചൂലൂർ സുഹൃതം അംഗനവാടിയിൽ നിന്നും വിരമിക്കുന്ന ജീവനക്കാരി VK മണിക്ക് യാത്രയപ്പ് നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് യാത്രയപ്പ് യോഗം ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ KV അജയഘോഷ് അധ്യക്ഷനായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ നവമി പ്രസാദ്, KK അജിതകുമാരി, അംഗൻവാടി വർക്കർ അജിത, സുനിൽ വെന്നിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ധ്രുവ മ്യൂസിക്കിന്റെ ബാനറിൽ പീതാംബരൻ്റെ ആരംഭത്തിൽ രചിച്ച 18ാമത് മ്യൂസിക് ആൽബം കൽക്കണ്ടം സ്വിച്ച് ഓൺ ചെയ്തു. ഓട്ടംതുള്ളൽ ആചാര്യൻ മണലൂർ ഗോപിനാഥ് ആൽബം സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. KJ ശ്രീരാജാണ് ഈണം നൽകിയത്. അമൃത ഫെയിം ഗായകൻ ഗോവിന്ദ് വേലായുധൻ ഗാനം ആലപിച്ചു. ചടങ്ങിൽ മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ്, ലയൺസ് മൾട്ടിപ്പിൾ സെക്രട്ടറി ജെയിംസ് വളപ്പില, പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ഇഗ്നേഷ്യസ്, BR ജേക്കബ്, മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ടോണിയ താണിക്കൽ, പൊതുപ്രവർത്തകനായ MV അരുൺ, ഇസാഖ് എന്നിവർ സംസാരിച്ചു. പത്രമാധ്യമ പ്രവർത്തകർ, ലയൺ മെമ്പർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.
ആൽബങ്ങൾ കഴിഞ്ഞു. 18ാമത്തെ ആൽബം, അതായത് 18ാം പടി കയറി തത്വമസി ഞാൻ തന്നെയാണ് ഞാൻ എന്ന് വിശ്വസിക്കുന്ന അദ്ദേഹം 18 പടി കഴിഞ്ഞാൽ സർവജ്ഞപീഠം കയറി എന്നാണ് പറയുക. പക്ഷെ എങ്കിൽ തന്നെയും വീണ്ടും 19ാമത്തെ പടിയിലേക്ക് നാം എത്തിച്ചേരണം. ഞാനിതുപോലെ ഒരു ലഹരിയുള്ള ആളാണ്. ഉദ്ദേശിക്കുന്ന ലഹരിയല്ല, ആ ലഹരി നമുക്കില്ല. എല്ലാവരും ലഹരി എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കുക മറ്റൊരു തരത്തിൽ നെഗറ്റീവ് വേർഡ്സ് ആണെന്നാണ്. പക്ഷെ എല്ലാത്തിനും ലഹരിയുടെ ഒരു സ്പിരിറ്റ് ഉണ്ട്. ഞാനൊരു തുള്ളൽ കലാകാരനാണ്, പക്ഷെ ഞാനൊരു പോലീസുകാരനായിരുന്നു. പിന്നെ തുള്ളൽ കലയിലേക്ക് വന്നതിൻ്റെ ലഹരിയാണ്. കാരമുക്ക് പൂത്തൃക്കോവ് ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നരസിംഹ ജയന്തി ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, നരസിംഹാവതാരം, ചന്ദനം ചാർത്ത്, ഭാഗവത പാരായണം എന്നിവ ഉണ്ടായിരുന്നു. വൈകിട്ട് ചുറ്റുവിളക്ക്, നിർമ്മാല, നരസിംഹ മൂല മന്ത്രാർച്ചന, വിശേഷാൽ പാനക നിവേദ്യം എന്നിവയും ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രമേൽശാന്തി ബിനു വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ട്രസ്റ്റി ചെങ്ങല്ലൂർ മന CP രമേശ്, ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഷാജി കുറുപ്പത്ത്, സെക്രട്ടറി PB വേണു, ട്രഷറർ സൂര്യനാരായണൻ K, കമ്മിറ്റി അംഗങ്ങളായ സുബ്രഹ്മണ്യൻ കാര്യാട്ട്, VV പ്രമോദ്, MV പ്രദീപ്, TB ബാബു, സുഷമ സുനിൽ, അജിത ശ്രീനിവാസൻ, ഇന്ദിര വിശ്വനാഥൻ, രത്നം മിച്ചൂർ, ലീല എടക്കാട്ടിൽ, രാഗിണി പുളിപ്പറമ്പിൽ, യൂത്ത് വിംഗ് അംഗങ്ങളായ അതുൽ കൃഷ്ണ, അക്ഷയ് നീലകണ്ഠൻ, അഷ്മിത് കൃഷ്ണ, അഭിനവ് കൃഷ്ണ, അനുഗ്രഹ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഉഗ്രവീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം. ഓം ഉഗ്രവീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം. കണ്ടശങ്കടവ് മാമ്പിള്ളി കുന്നത്ത് ശ്രീ മുത്തപ്പൻ അന്നപൂർണേശ്വരി ഭദ്രകാളി വിഷ്ണുമായ ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ നവീകരണ കലശ ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി. വ്യാഴാഴ്ച രാവിലെ ഗണപതി ഹോമം, ചതുശുദ്ധിധാര, പഞ്ചഗവ്യം, പഞ്ചകം, അനുഞ്ച കലശം, ബ്രഹ്മകലശ പൂജ, പരികലശ പൂജ എന്നിവ നടത്തി. വൈകിട്ട് ദീപാരാധന, ഭഗവതി സേവ, അധിവാസ ഹോമം, തുടർന്ന് കലശാധിവാസം, അത്താഴപൂജ എന്നിവ ഉണ്ടായി. വെള്ളിയാഴ്ച രാവിലെ ഗണപതി ഹോമം, അധിവാസം വിടർത്തി പൂജ, ഉപദേവത പ്രതിഷ്ഠ, ദേവി പ്രതിഷ്ഠ, ജീവകലശാഭിഷേകം, ആചാര്യദക്ഷിണ, അമൃതഭോജനം, നാദസ്വരം എന്നിവയും ഉണ്ടായിരുന്നു. ഭാരവാഹികളായ പ്രസിഡന്റ് KK പ്രകാശൻ, ജനറൽ സെക്രട്ടറി KS സുജോ, വൈസ് പ്രസിഡന്റ് P സാമിക്കുട്ടി, സെക്രട്ടറി KK വിജയൻ, ട്രഷറർ KV രാമകൃഷ്ണൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കണ്ടശങ്കടവ് മർച്ചന്റ് അസോസിയേഷന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് പതാക ദിനം നടത്തി. സ്വാഗത സംഘം ജനറൽ കൺവീനർ ജിജോ AJ പതാക ഉയർത്തി വാർഷികാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ജോയ്മോൻ പള്ളിക്കുന്നത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് പ്രവീൺജിത്ത് KP, ജോയിന്റ് സെക്രട്ടറി വർഗീസ് KK, യൂണിറ്റ് ട്രഷറർ സൂരജ് PS, വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് ജോവി TD, ട്രഷറർ ജെയ്സൺ EJ, ജോഷി NA, ഷാജി KJ, പോൾ PO, വനിതാ വിംഗ് പ്രസിഡന്റ് ഷീന വിവേകാനന്ദൻ, ആനി AR, ലീന സെബാസ്റ്റ്യൻ എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ക്രിമിനൽ കേസ് പ്രതിയുടെ വിരുദ്ധ സൽക്കാരത്തിന് പോയ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ 2 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. ചാഴൂർ പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവാഘോഷത്തിന് കൊടികയറി. തൊഴിലാളി സ്മരണയിൽ നാടെങ്ങും മെയ് ദിനം ആചരിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.